വണക്കം, വന്ദന, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ടു യു ഓൾ ട്രേഡർ, ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലെവൽ വീണ്ടും വീണ്ടും പറയുകയാണ്. മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ TPO, ടൈം പ്രൈസ് ഓപ്പർച്യൂണിറ്റി ബേസ് ചെയ്തിട്ടുള്ള ലെവലാണ്. അതിൻ്റെ അക്യുറസി എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കിയിട്ട് ലൈവ് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മളെപ്പോഴും ഈവനിങ് റിപ്പോർട്ടോ അല്ല നമ്മൾ ചെയ്തത് വലിയ കാര്യമാണെന്നോ പറഞ്ഞറിയിക്കാറില്ല. നമ്മുടെ അനാലിസിസ് എങ്ങനെ വർക്കാവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. നമ്മളെപ്പോഴും തുടങ്ങാറ് ഇങ്ങനെയാണ്. അതിൻ്റെ ഫ്യൂച്ചറിനും സ്പോട്ടിനുമുള്ള വ്യത്യാസങ്ങൾ. ഇപ്പോൾ ഇന്നും നിഫ്റ്റി 24,610 ഇന്നലെ ക്ലോസിംഗ് കൊടുത്തിരിക്കുന്നത്. നിഫ്റ്റി ഫ്യൂച്ചർ 24,682. സോ ഏകദേശം അവിടെ ഒരു 70 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഇവിടെ കാണുന്നുണ്ട്. 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് സ്പോട്ടിനും ഫ്യൂച്ചറിനും എടുക്കാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 53,577.70, 78 ആക്കാം. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇന്നലെ ക്ലോസ് ചെയ്തത് 53,699. ഇവിടെയും ഒരു 120 പോയിൻറ്റിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ റൗണ്ട് ഫിഗർ 100 പോയിൻറ്റ്. അപ്പോൾ രണ്ടുപേരും 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസിലാണ് സ്പോട്ടിനും ഫ്യൂച്ചറിനും ഉള്ളത്. ഇതാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇത് ബേസ് ചെയ്തിരുന്ന റേഞ്ച്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ റേഞ്ച് ഈ ചുരുങ്ങും തോറും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു ഇതിന് മുന്നേയൊക്കെ 700, 500, 400, 300 അങ്ങനെ ഈ റേഞ്ച് കുറഞ്ഞു വരികയാണ്. അപ്പോൾ കുറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് നിഫ്റ്റിയോ ബാങ്ക് നിഫ്റ്റിയോ എക്സ്പാൻഡ് ആകുന്നത് എന്നുള്ളതാണ് ലോജിക്ക്. അതിനകത്ത് വളരെ സിമ്പിളാണ്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ നിഫ്റ്റി സ്പോട്ട് വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓക്കെ നോക്കിക്കോളൂ. ഇതാണ് ലെവൽസ്. ഇന്നലത്തെ അതേ ലെവൽസിൽ തന്നെയാണ് ക്ലോസിങ് അവർ തന്നേക്കുന്നത്. നാളെ നിഫ്റ്റി വീക്ക്ലി കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറിയാണ്. കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് എക്സ്പയറി ആയി. നിഫ്റ്റി മാത്രം ഒറ്റയ്ക്ക് വീണ്ടും ഈ ആഴ്ച ഒറ്റയ്ക്ക് എക്സ്പയറി ആകുകയാണ്. ബാക്കിയെല്ലാം മന്ത്ലി കോൺട്രാക്റ്റിലോട്ട് മൂവ് ആയി കഴിഞ്ഞു. നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടത് ഇന്ന് ഈ പ്രൈസ് ലെവല് 140 POC പ്രീമിയം. നമ്മൾ ഇന്നലെ വീണ്ടും പറഞ്ഞിരുന്നു 24,700 അവിടെ CEO PO പ്രീമിയം പ്രൈസ് 150 എന്നുണ്ടെങ്കിൽ ആരാണോ 150 നിൽക്കുന്നത് ആ സൈഡ് നമുക്ക് പോകാം എന്നുള്ളതാണ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എക്സാക്ട്ലി ഇന്നലെ 24,700 അവിടെ ഈ ക്യാൻഡിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും, അതായത് 10 മണിയുടെ ക്യാൻഡിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ആ 24,700 എന്ന് പറയുന്ന ആ സ്ട്രൈക്ക് റേറ്റ്, അതിൻ്റെ പ്രീമിയം 150 എന്ന് പറയുന്ന പ്രൈസിൽ, അതായത് 24,700 PE എന്ന് പറയുന്ന സ്ട്രൈക്ക് റേറ്റ് 150 സപ്പോർട്ട് ഇടുകയും പിന്നെ ആൾമോസ്റ്റ് ഒരു 80-90 പോയിൻറ്റിൻ്റെ അപ്പ് മൂവ്, ആ PE പ്രീമിയം അപ്പ് മൂവ്, അതായത് താഴോട്ട് വീഴുമ്പോൾ PE കയറണമല്ലോ, അത് ഇന്നലെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റി. ലൈവിൽ നമുക്ക് കിട്ടിയത്. സോ ഇതാണ് അനാലിസിസ്. ഇന്ന് നമ്മൾ നോക്കേണ്ടത് 140 പോയിൻറ്റിൻ്റെയാണ്. 140 എന്ന് പറയുന്ന അല്ലെങ്കിൽ 135 എന്ന് പറയുന്ന POC ഈ ലെവല് നോക്കുക. ഇത് സ്പോട്ടിൻ്റെ ലെവൽസാണ്. ഫീച്ചറിൻ്റെ ലെവൽസ് നോക്കുന്നവർക്ക് ഈ ഫീച്ചറിൻ്റെ ലെവൽസ് നോക്കുക. ഫ്ലാറ്റ് ഓപ്പൺ ആകുന്നു എന്നുണ്ടെങ്കിൽ ഈ ലെവൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അങ്ങനെ തന്നെ ഇത് ഫ്ലാറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഓപ്പണിംഗ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗണും ഒന്നും നമ്മൾ വലുതായിട്ട് അങ്ങനെ വലുതായിട്ട് നടക്കാറില്ല. ഇറ്റ്സ് വെരി റെയർ കേസസ് ആണ്. മനസ്സിലായില്ലേ? സോ അതുകൊണ്ട് തന്നെ ഇത് ഫ്ലാറ്റ് 90% മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഫ്ലാറ്റ് ഓപ്പൺ തന്നെയാണ്. അതുകൊണ്ടാണ് ഫ്ലാറ്റ് ഓപ്പൺ ബേസ് ചെയ്തിട്ടുള്ള ലെവൽസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് 24,775 എന്ന് പറയുന്നത് ഫ്യൂച്ചർ ചാർട്ടിൽ ഒരു മൾട്ടി ഡേ ഹൈ ആണ്. അതാണ് MDH എന്ന് പറയുന്നത്. മൾട്ടി ഡേ ഹൈ ബ്രേക്കൗട്ട് തരുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ അത് കുറച്ച് പ്രയാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. PDL എന്ന് പറഞ്ഞ് താഴെ ഒരു പ്രീവിയസ് ഡേ ലോയ്ക്കാണ് PDL എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ ലെവൽസ് മാർക്ക് ചെയ്തിടുക. ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കേണ്ടത് ഇതാണ്. സ്പോട്ട് ബേസ് ചെയ്തിട്ടുള്ള ലെവലിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. മുകളിലോട്ട് നല്ലൊരു റെസിസ്റ്റൻ്റ് കാണുന്നുണ്ട്. 660 എന്ന് പറയുന്ന അല്ലെങ്കിൽ 665 എന്ന് പറയുന്ന ലെവല് നോക്കുക പ്രീമിയം. അതിനനുസരിച്ച് ട്രേഡുകളിലോട്ട് എൻട്രി ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇതും ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. മുകളിലോട്ടുള്ള ലെവൽസും താഴോട്ടുള്ള ഒരു ലെവൽസും ഒക്കെ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ ഇത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ട്രേഡുകളിലോട്ട് എൻട്രി ചെയ്യാൻ. ഇവിടെ POC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 660 എന്ന് പറയുന്ന ആ ലെവൽ, 660-ഉം 650-നും ഇടയ്ക്ക്. അത് എവിടെ ആണോ സപ്പോർട്ട് എടുക്കുന്നതെന്ന് നോക്കുക. അത് PE ആണോ CE ആണോ
സ്പോട്ട് പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത് അതിനനുസരിച്ച് വേണം ഇവിടുത്തെ അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങൾ നല്ല നല്ല ട്രേഡുകളിലോട്ട് എൻ്റർ ചെയ്യുക. ഇത്രയും നേരം കണ്ടതിൽ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും നാളെ കാണാം. ഗുഡ് ബൈ. താങ്ക് യു.